മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി രത്തൻ ഖേൽക്കറെ നിയമിച്ചതിനെതിരെ സിപിഎം രംഗത്തെത്തുന്നു. കൂളിംഗ് പീരീഡ് പോലും പാലിക്കാതെയാണ് നിയമനം. ബംഗാളിലെ ഇത്തരം നിയമനങ്ങളെ രാഹുൽ ഗാന്ധി എതിർക്കുമ്പോഴാണ് കേരളത്തിൽ നിയമനം നടത്തുന്നത്. വലിയ കൊള്ളയ്ക്ക് വലിയ പ്രതിഫലമെന്നാണ് രാഹുൽ ഗാന്ധി ബംഗാളിലെ നിയമനത്തെ വിശേഷിപ്പിച്ചത് എന്നും പി രാജീവ് പറഞ്ഞു. ഗൗരവമുള്ള ഒരു പ്രശ്നമാണ്. കാരണം കോൺഗ്രസിന്റെ നേതാവായിട്ട് ശ്രീ രാഹുൽ ഗാന്ധി ബംഗാളിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ഉദ്യോഗസ്ഥനെ ചീഫ് സെക്രട്ടറിയായി നിയമിച്ചു കഴിഞ്ഞപ്പോഴാണ് വലിയ കൊള്ളയ്ക്ക് വലിയ പ്രതിഫലം എന്ന് പറയുകയുണ്ടായി. അപ്പം അതാണ് കോൺഗ്രസിൻ്റെ നിലപാട്. വലിയ കൊള്ള എന്ന് പറഞ്ഞാൽ ആ തെരഞ്ഞെടുപ്പിൽ BJPയുടെ വിജയത്തിലേക്ക് എത്തിക്കുന്നതിന് കൊള്ള നടന്നിട്ടുണ്ട് എന്ന് കോൺഗ്രസ് കരുതുന്നു. അതാണ് കോൺഗ്രസിൻ്റെ അധ്യക്ഷനായ രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചത്. അതേ രാഹുൽ ഗാന്ധി നയിക്കുന്ന കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയാണ് കേരളത്തിലുള്ളത്. അപ്പം അദ്ദേഹത്തിൻ്റെ ഓഫീസിലെ സെക്രട്ടറിയായി തന്നെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി തെരഞ്ഞെടുപ്പ് ചുമതല വഹിച്ച ഉദ്യോഗസ്ഥനെ നിയമിച്ചിരിക്കുകയാണ്. സാധാരണ ഇത്തരം കാര്യങ്ങളിലെല്ലാം ഒരു കൂളിംഗ് പീരീഡെങ്കിലും അത്യാവശ്യമായിട്ട് വേണ്ടതാണ്. തെരഞ്ഞെടുപ്പ് സംവിധാനത്തിൻ്റെ വിശ്വാസ്യത ഉറപ്പുവരുത്താനായി നേരത്തെ IAS-കാരനായ ഒരാളെ തെരഞ്ഞെടുപ്പിൻ്റെ ചുമതലയിലേക്ക് കമ്മീഷൻ ചുമതലയിലേക്ക് മാറുമ്പോൾ തന്നെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെടാറുണ്ട് മറ്റെല്ലാ ചുമതലകളും ഒഴിവാക്കണം. അങ്ങനെ എല്ലാ ചുമതലകളും ഒഴിവാക്കിക്കൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനായിട്ട് ഒരാളെ വയ്ക്കുന്നത്. തൗഫീഖ് അസ്ലം വിവരങ്ങൾ നൽകും. തൗഫീഖ്, ബംഗാളിലെ സമാനമായ നിയമനം പ്രശ്നമാവുകയും കേരളത്തിൽ പ്രശ്നമല്ലാതാവുകയും ചെയ്യുകയാണ് കോൺഗ്രസിന്. അതിൽ ഒരു പരാതി പോലും ആരും ഉന്നയിക്കുകയും ചെയ്യുന്നില്ല. രാഹുൽ ഗാന്ധി കാര്യം ഉന്നയിച്ചിട്ടേയില്ല. ഇതിലൊരു പ്രശ്നമുണ്ട്, അതിൽ അസ്വാഭാവികതയുണ്ടെന്ന് പറയുകയാണോ CPM നേതാവ് മുൻ മന്ത്രിയുമായ പി രാജീവ്? ബംഗാളിലെ വിഷയം ഉയർത്തിക്കാട്ടിയാണ് പി രാജീവ് ഇതിനോട് പ്രതികരണം നടത്തിയിരിക്കുന്നത്. ബംഗാളിലെ വിഷയത്തിൽ രാഹുൽ ഗാന്ധി വലിയ രീതിയിലുള്ള എതിർപ്പുകൾ ഉന്നയിച്ചിരുന്നു. കാരണം ബംഗാളിൽ ലക്ഷക്കണക്കിന് ആളുകളെ വോട്ടർ പട്ടികയിൽ നിന്നും പേര് നീക്കം ചെയ്തിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിലായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുകൊണ്ട് അത്തരം ഒരു പ്രതികരണം ഉണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ ഈ വലിയ കൊള്ളക്ക് വലിയ പ്രതിഫലം എന്നാണ് രാഹുൽ ഗാന്ധി ബംഗാളിലെ ഈ നിയമനത്തെ വിശേഷിപ്പിച്ചത്. കേരളത്തിലും ഇതേ നിലപാട് തന്നെയാണോ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിന് ഉള്ളതെന്നാണ് പി രാജീവ് ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത്. ദേശീയ നേതൃത്വം ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കണമെന്ന് കൂടി അറിയിച്ചിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു കൂളിംഗ് പീരീഡ് പോലും നൽകാതെയാണ് ഈ പുതിയ നിയമനം ഉണ്ടായിരിക്കുന്നത്, രത്തൻ ഖേൽക്കറിന്റെ നിയമനം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് ഇത് ഗൗരവമുള്ള ഒരു പ്രശ്നമായിട്ടാണ് CPM കാണുന്നത് എന്നുകൂടി പി രാജീവ് പറയുകയുണ്ടായി.